ഗൈസ് വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ട്രേഡിംഗ് വീഡിയോ അല്ല. നമുക്ക് 2025 മുതൽ ഓപ്ഷൻ ട്രേഡിങ്ങിൽ കുറച്ച് പുതിയ റൂൾസ് കൊണ്ടുവന്നിട്ടുണ്ട്. അതായത് ഓപ്ഷൻ ട്രേഡ് ചെയ്യുന്നവർക്കായിട്ട് പുതിയ നിയമങ്ങൾ വന്നിട്ടുണ്ട്. അത് ബേസിക്കലി 2025 മുതൽ നിലയിൽ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അത് മാറാം, പല മാറ്റങ്ങൾ അതിൽ നിന്ന് വരാം. പ്രത്യേകിച്ചും ഈ നിയമം കൊണ്ട് ബിഗിനേഴ്സ് ആയിട്ടുള്ള, അതായത് ചെറിയ ക്യാപിറ്റൽ കൊണ്ട് ട്രേഡ് ചെയ്യുന്നവർക്കാണ് ഈ നിയമം കുറച്ചും കൂടി നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമുക്ക് എന്താണെന്നുള്ളത് നമുക്ക് നോക്കാം. 2025 മുതൽ വന്നിരിക്കുന്ന പുതിയ നിയമം ഓപ്ഷൻസിൽ വന്നിരിക്കുന്നത് നമ്മുടെ ലോട്ട് സൈസിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, നിഫ്റ്റി 50 ലെവൽ ലോട്ട് സൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 25 ലോട്ടാണ്. ബാങ്ക് നിഫ്റ്റി വരുന്നത് 15 ലോട്ടാണ്. നിഫ്റ്റി 50 25 എന്ന് പറയുന്നത് ഇപ്പോൾ അത് അവർ 2025 ഫെബ്രുവരി സ്റ്റാർട്ട് ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ചിലപ്പോൾ അത് മാറാം, ചിലപ്പോൾ മാറാതിരിക്കാം, ഒരുപാട് ചാൻസസ് ഉണ്ട്. നിഫ്റ്റി 50 25 ലോട്ട് എന്ന് പറയുന്നത് അത് 75 അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. അതേപോലെ ബാങ്ക് നിഫ്റ്റി 15 ലോട്ട് എന്നുള്ളത് 30 കൺവേർട്ട് ചെയ്തിട്ടുണ്ട്. ഫിൻ നിഫ്റ്റി വരുമ്പോൾ അത് 65 സെൻസെക്സ് വരുമ്പോൾ 25 അത് മാറ്റിയിരിക്കുന്നത്. ഇതിൽ വരുന്ന നമ്മൾ ഈ ചെറിയ ക്യാപിറ്റൽ കൊണ്ട് ട്രേഡ് ചെയ്യുന്നവർക്ക് അത് ഒരു വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ആണ്. കാരണം നമ്മൾ മണി മാനേജ്മെന്റ് ചെയ്യുന്നതിൽ നമ്മുടെ ലോട്ട് സൈസിൽ വളരെയധികം ഒരു പങ്കുണ്ട്. അത് നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. പ്രത്യേകിച്ച് എക്സ്പയറി ദിവസങ്ങളിൽ അല്ലെങ്കിൽ എക്സ്പയറി ദിവസങ്ങളുടെ തൊട്ട് മുന്നേ ട്രേഡ് ചെയ്യുന്നവർക്കൊക്കെ ചിലപ്പോൾ പ്രീമിയം സൈസൊക്കെ വളരെ ഹൈ ആയിരിക്കാം. അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് നല്ലൊരു ക്യാപിറ്റൽ ഇല്ലാതെ അറ്റ്ലീസ്റ്റ് ഒരു ലോട്ട് പോലും എടുക്കാൻ സാധിക്കില്ല. ഞാൻ ചെറിയ ക്യാപിറ്റൽ കൊണ്ട് ട്രേഡ് ചെയ്യുന്നവരുടെ കാര്യം മാത്രമാണ് പറഞ്ഞത്. വലിയ ക്യാപിറ്റൽ അറ്റ്ലീസ്റ്റ് ഒരു മിനിമം 1 ലക്ഷം രൂപ എങ്കിലും നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ ആണ് നമുക്ക് നല്ല രീതിയിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അല്ലെങ്കിൽ നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ മണി മാനേജ്മെന്റ് സിസ്റ്റത്തിൽ അത് ഒരുപാട് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ വന്നിരിക്കുന്നത് എക്സ്പയറി, അതായത് ആഴ്ചയിൽ 3-4 എക്സ്പയറി ഉള്ളതായിരുന്നു ആദ്യത്തിലുള്ളത്. ഇപ്പോൾ അത് 2 എക്സ്പയറിയിലേക്ക് അത് ചുരുങ്ങിയിട്ടുണ്ട്. നിഫ്റ്റി 50 സെൻസെക്സ് ഈ 2 എക്സ്പയറി മാത്രമേ നമുക്ക് വീക്കിലി ഇനി ലഭിക്കുകയുള്ളൂ. ബാക്കിയെല്ലാം ബാങ്ക് നിഫ്റ്റി ഓൾറെഡി മന്തിൽ എക്സ്പയറിയിലേക്ക് മാറി. ലാസ്റ്റ് വ്യാഴാഴ്ചയിലേക്ക് ബാങ്ക് നിഫ്റ്റി മാറിയിട്ടുണ്ട്. ഇപ്പോൾ നിഫ്റ്റി 50 സെൻസെക്സ് മാത്രമേ ഉള്ളൂ നമുക്ക് വീക്കിലി എക്സ്പയറി ഉള്ളൂ. സെൻസെക്സ് വരുമ്പോൾ അത് ചൊവ്വാഴ്ചയും, ബാങ്ക് നിഫ്റ്റി നിഫ്റ്റി 50 വരുമ്പോൾ അത് വ്യാഴാഴ്ചയുമാണ് വീക്കിലി എക്സ്പയറി വരുന്നത്. ബാങ്ക് നിഫ്റ്റി വരുമ്പോൾ മന്ത്ലി ലാസ്റ്റ് വ്യാഴാഴ്ചയാണ് എക്സ്പയറി വരുന്നത്. ബാക്കിയെല്ലാം മിഡ് ക്യാപ്പ് അങ്ങനെ വേറെ എക്സ്പയറികളുണ്ട്, പക്ഷെ അതിലൊന്നും ഒരു കൺഫർമേഷൻ ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ നിലവിൽ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഈ എക്സ്പയറി ദിവസങ്ങളിലുള്ള മാറ്റങ്ങൾ ഈ പറഞ്ഞതുപോലെ എക്സ്പയറി ദിവസങ്ങളിൽ മാത്രം ട്രേഡ് ചെയ്യുന്നവരും എക്സ്പയറി ദിവസങ്ങൾ മാത്രം ഫോക്കസ് ചെയ്ത് ട്രേഡ് ചെയ്യുന്നവർക്കും ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പക്ഷേ ലോട്ട് സൈസിലുള്ള മാറ്റം, നമ്മളിപ്പോൾ വലിയ ലോട്ട് കുറച്ച് ക്യാപിറ്റൽ അറേഞ്ച് ചെയ്ത് നമ്മൾ ട്രേഡ് ചെയ്യുന്നവർക്ക് ഇപ്പോൾ ലോട്ട് വലുതെടുത്താൽ നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റും അതിൻ്റെ പ്രോഫിറ്റാണ്, അതേപോലെ തന്നെ ലോസും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ലോട്ട് സൈസിലുള്ള മാറ്റം അതൊരു നെഗറ്റീവ് സൈഡും നമുക്ക് കൂട്ടാം, ഒരു പോസിറ്റീവ് സൈഡും നമുക്കതിൽ പരിഗണിക്കാം. ഇതെല്ലാം പരിപൂർണമായിട്ടൊരു നെഗറ്റീവ് മാത്രമായിട്ട് കാണാതെ ഇതിനെ ഒരു പോസിറ്റീവായി എടുത്ത് നമ്മുടെ ട്രേഡിംഗ് പ്ലാനിൽ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തി നമുക്ക് നല്ല രീതിക്ക് ട്രേഡ് ചെയ്ത് പോകാൻ സാധിക്കും. നമ്മുടെ ട്രേഡിംഗ് പ്ലാനിൽ ചെറിയ മാറ്റങ്ങളെല്ലാം വരുത്തി ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പം നിലവിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻസ് ഇത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ബാക്കി അപ്ഡേഷൻസ് എല്ലാം ഞാൻ വരുന്ന വീഡിയോകളിൽ അറിയിക്കാം. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ.